ഗാർഹിക പീഡനത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ ജീവനൊടുക്കിയത് 5 യുവതികൾ. അതിൽ 4 കാസർഗോഡ് ജില്ലയിൽ. എന്താണ് കേരളത്തിലെ വീടുകളിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ദാമ്പത്യ ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെന്താണ്? ഏറ്റവും ഒടുവിൽ കാസർഗോഡ് ആദൂരിലാണ് യുവതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൂടാംകുളത്തെ രാജേഷിൻ്റെ ഭാര്യ സൗപർണികയാണ് കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ചത്. കുടുംബം പുതിയതായി നിർമ്മിച്ച വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങ് 1 മാസം മുൻപാണ് നടന്നത്. ആ വീട്ടിലാണ് ദാരുണമായ സംഭവം. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 4 യുവതികളാണ് കാസർഗോഡ് ജീവനൊടുക്കിയത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാർഹിക പീഡനത്തെ തുടർന്ന്, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയെ തുടർന്ന് ആണ് ഈ മരണങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതിൽ ഒരാഴ്ച മുൻപുണ്ടായ സംഭവത്തിലാണ് തുടക്കം. അതായത് ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ആസിഡ് കഴിച്ച് ഒരു യുവതി മരിച്ച സംഭവം. അതിനുശേഷം കഴിഞ്ഞ ദിവസം, ഇന്നലെ തന്നെ ബൈജു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു കേസ്, അതായത് വിവാഹം കഴിഞ്ഞ് 1 മാസം തികയും മുൻപ് നവവധുവിൻ്റെ ആത്മഹത്യ. ഇവിടെ ഇപ്പോൾ ആദൂരിൽ സൈനികൻ്റെ ഭാര്യയാണ് തൂങ്ങി മരിച്ചത്. എന്താണ് അതിൻ്റെ കാരണം? കുടുംബ പ്രശ്നമാണോ? ആത്മഹത്യക്കുറിപ്പ് മറ്റോ കണ്ടെത്തിയിട്ടുണ്ടോ? പോലീസ് എന്താണ് നൽകുന്ന വിവരങ്ങൾ? ടോമെ, ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കർമ്മന്തൊടിയിലാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. അതായത് ഈ സൗപർണിക എന്ന് പറയുന്ന ഇവരുടെ വീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1 മാസം മുൻപാണ് വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടക്കുന്നത്. ഇന്നലെ രാത്രി ഇവര് ബന്ധുക്കളും ഒക്കെ സംസാരിച്ചിരുന്നു. പുലർച്ചെയാണ് ഇവരെ പുറത്തു കാണാത്തതിനെ തുടർന്ന് നോക്കുമ്പോഴാണ് ഇവരുടെ 2ാം നിലയിലെ ബെഡ്റൂമിലെ ഫാനിൽ ഷാളിൽ കെട്ടി തൂങ്ങിയ നിലയിൽ കാണുന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇവർ ഒരു സൈനികന്റെ, അതായത് നാഗാലാൻഡിൽ ജോലി ചെയ്യുന്ന സൈനികന്റെ ഭാര്യയാണ്. 41 വയസ്സാണ് ഇവർക്കുള്ളത്. ഈ സൈനികൻ ഈ ഗൃഹപ്രവേശന ചടങ്ങിന് വന്നിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തിരിച്ചു പോയതേ ഉള്ളൂ. ഏതായാലും അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. ഈ സംഭവത്തിൽ എന്താണ് ഇവർക്ക് ഇങ്ങനെ പെട്ടെന്ന്, അതായത് ഇന്നലെ രാത്രി വരെ ഇവരുടെ കുടുംബാംഗങ്ങളൊക്കെ സംസാരിച്ച ഒരാൾ ഇന്ന് ഇങ്ങനെ ഒരു ജീവനൊടുക്കാൻ ഇടയാക്കിയതിനെ സംബന്ധിച്ച് ഇതൊരു വ്യക്തത വന്നിട്ടില്ല. പോലീസിന് ഇതിന് കൃത്യമായ ആത്മഹത്യക്കുറിപ്പോ അങ്ങനെയൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചത് തന്നെയാണ്. സംസ്ഥാനത്ത് ഈ ആഴ്ച മാത്രം 5 ഭർത്തൃമതികളാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. അതിൽ 4 കാസർഗോഡ് ജില്ലയിലാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഫാത്തിമത്ത് സുബൈദ എന്ന് പറയുന്ന 24 വയസ്സുകാരി, അതായത് വിവാഹം കഴിഞ്ഞ് 1 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഭർത്താവിന്റെയും അതുപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് തന്നെ ആസിഡ് കഴിച്ച് ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ കേസിൽ അത് സ്ത്രീധനത്തിന്റെ പേരിൽ കുട്ടിയെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു എന്ന പോലീസ് കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് ആദിൽ എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ആ കേസിൽ ആയിഷ എന്ന് പറഞ്ഞവരുടെ ഭർത്തൃമാതാവിനെതിരെയും സമാന കുറ്റം ചുമത്തി, അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരെ അറസ്റ്റ് ചെയ്യാനോ അത്തരം തുടർ നടപടികളോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നീട് സെറീന എന്ന് പറയുന്ന ആദൂർ പോലീസ് സ്റ്റേഷൻ തന്നെയാണ്, ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സെറീന എന്ന് പറയുന്ന യുവതി ഇത്തരത്തിൽ ജീവനൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ സംഭവത്തിൽ FIR-ൽ ഇവർക്ക് ഇത്തരത്തിൽ വീട്ടിൽ ഗാർഹിക പീഡനം ഇവർക്ക് ഏൽക്കേണ്ടി വന്നു എന്ന് FIR-ൽ പറയുന്നുണ്ട്. അത് ഭർത്താവിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഭർത്തൃമാതാവിനെതിരെയും പരാതിയുമായി കുടുംബവും രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു നടപടി ഇതുവരെ എടുത്തിട്ട് കാണുന്നില്ല. ഇന്നലെയാണ് അശ്വതി എന്ന് പറയുന്ന 1 മാസം പോലും തികയും മുൻപ്, അതായത് വിവാഹം കഴിഞ്ഞ് 1 മാസം പോലും തികയും മുൻപ് ഇങ്ങനെ ഒരു ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് കാസർഗോഡ് ടൗൺ പോലീസാണ് ആ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നുള്ളത്. ആ കേസിലും ഇതുവരെ ആരെയും പിടികൂടിയിട്ടില്ല. അത് മാത്രമല്ല, എന്തിനാണ് ഈ അശ്വതി ജീവനൊടുക്കിയ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇവരുടെ മരണമൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതായത് ഇവർ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു 4-5 ദിവസം. ആ ദിവസങ്ങളിൽ മരണമൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ തുടർ നടപടി ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിലാണ് ഇന്ന് നമ്മളെ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു വാർത്ത അത് നമ്മൾ തേടിയെത്തുന്നു. അത് വളരെ സങ്കടപ്പെടുത്തുന്നത് തന്നെയാണ്. 2 കുട്ടികളുള്ള ഒരു മാതാവാണ്, കുട്ടികളുടെ മാതാവാണ് ഇന്ന് ഇത്തരത്തിൽ ജീവനൊടുക്കിയ സൗപർണികയുടെ പശ്ചാത്തലം മെച്ചപ്പെട്ട പശ്ചാത്തലത്തിലാണ്. ഭർത്താവ് സൈനികനാണ്. മാത്രമല്ല വളരെ സന്തോഷത്തോടെ ഈ വീട്ടിന്റെ ഗൃഹപ്രവേശം ഒക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചടങ്ങൊക്കെ നടന്ന ആ ഒരു സമയം കൂടിയാണ്. അങ്ങനെയുള്ള ഒരാൾ ആ പുതിയ വീട്ടിൽ തന്നെ കിടപ്പ് മുറിയിൽ ഇങ്ങനെ ഒരു ജീവനൊടുക്കാനിടയായ സാഹചര്യം അത് ഈ നാട്ടുകാർക്കൊക്കെ വലിയ തോതിൽ
ആശങ്കപ്പെടുത്തുന്നുണ്ട്. അവർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളോ അവിടെ ഉണ്ടായതായി അവർക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ജീവനെടുക്കാൻ ഇടയായ സാഹചര്യം എന്നതാണ് വലിയ തോതിൽ ഉള്ള ഉയർന്ന ചോദ്യം. എന്തായാലും ഇത്തരം ആത്മഹത്യ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് ഓരോ ദിവസവും വല്ലാത്ത വേദന തോന്നുന്നു. ഇങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കുട്ടി 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഈ ലോകത്ത് തരിച്ചാക്കിയാണ് സുബൈദ ഇങ്ങനെ യാത്രയായത്. അങ്ങനെ ഇവരുടെ എല്ലാം അനാഥത്വം, മക്കള് അനാഥത്വം. ഇത് ഇപ്പോൾ സൗവർണികയുടെ കേസിലേക്ക് വന്ന 2 കുട്ടികളാണ് ഇവർക്കുള്ളത്. ഭർത്താവാണെങ്കിൽ നാഗാലാൻഡിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ്. ആകെ ഈ ഒരു മാതാവാണ് ഈ കുട്ടികളെ നോക്കേണ്ടത്. അവരെ പോലും ചിന്തിക്കാതെ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. അത്രത്തോളം ഒരു കടുങ്കൈ ചെയ്യാൻ ഇടയായ സാഹചര്യം പരിശോധിക്കേണ്ടത്. കാരണം മറ്റ് 4 കേസുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഒരാഴ്ചക്കിടെ മരിച്ച മറ്റ് യുവതികളുടെ മരണവുമായി ബന്ധപ്പെട്ട കാരണം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഗാർഹിക പീഡനവും മറ്റ് കുടുംബ പ്രശ്നങ്ങളൊക്കെ കാരണമാകുന്നുണ്ട്. അതായത് വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കിടെയാണ് മരണമൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ ഈ സൗപർണികയുടെ കാര്യം എടുത്തു നോക്കിയാൽ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, 2 കുട്ടികളുണ്ട്, ഭർത്താവ് മറ്റൊരു നാട്ടിലാണ്. അങ്ങനെ ഒരു ഗാർഹിക പീഡനം ഈ സൗപർണികയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നോ? ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ എന്താണ്? അങ്ങനെ ഈ ആത്മഹത്യക്കുറിപ്പ് മറ്റോടൊന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു തക്കതായ കാരണം എന്താണെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ബൈജു? ടോബെ, ഈ പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു, അതുപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തത ഇപ്പോൾ ഇതുവരെ ഈ കേസിൽ വന്നിട്ടില്ല. മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ള ഒരാളാണ് സൗപർണിക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുനില വീട്, ഈ 1 മാസം മുൻപാണ് ഗൃഹപ്രവേശ ചടങ്ങൊക്കെ നടന്ന് വല്ലാത്ത സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ അത്തരം സാഹചര്യങ്ങളിലും 2 കുട്ടികളെ തനിച്ചാക്കി ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാനിടയാക്കിയ കാരണം അത് ഒരുപക്ഷെ വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ നാട്ടുകാർക്കോ അതല്ലെങ്കിൽ ബന്ധുക്കൾക്കോ അറിയാത്ത കാര്യമാണോ എന്നതും സംശയമുണ്ട്. കാരണം അത്തരം അവർക്കാർക്കും ഇങ്ങനെ ഒരു ജീവനൊടുക്കും അല്ലെങ്കിൽ അങ്ങനെ 2 കുട്ടികളെ തനിച്ചാക്കി അങ്ങനെ ഇവർ ജീവനൊടുക്കും എന്ന തരത്തിൽ ഇവർക്ക് സ്വപ്നത്തിൽ പോലും ബന്ധുക്കൾ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. അവർ പ്രശ്നങ്ങൾ ഉള്ളതായി ഇവർക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പോലീസ് അന്വേഷണത്തിൽ മാത്രമേ ഇതിൽ വ്യക്തത വരൂ. മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരാനുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഇടപെടലുണ്ടോ എന്നൊക്കെ അറിയാനുണ്ട്. ഇവരുടെ ഇരുനില വീടിന്റെ മുകളിലെ ഈ കിടപ്പ് മുറിയിലെ ഫാനിലാണ്, ഷാളിലാണ് ഇങ്ങനെ മൃതദേഹം ഇങ്ങനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് ഇവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റെന്തെങ്കിലും ഇടപെടൽ ഉണ്ടോ എന്നതും അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഓരോ ദിവസവും തുടർച്ചയായി നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഇതിൽ വലിയ സങ്കടം തോന്നുന്നു. ഇതെന്താണ് നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നത്, നമ്മളെ കുടുംബത്തിൽ സംഭവിക്കുന്നത് എന്ന ഒരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ചോദിച്ചു. ഓരോ ദിവസവും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്ത് ഇടപെടലാണ് ഇതിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് ഇനി എന്നതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിട്ടുള്ളത്. പോലീസിന്റെ ഭാഗത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ കർശനമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ അത്തരം നടപടികളൊന്നും ഈ കേസുകളിൽ കാണുന്നില്ല എന്നതും വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിൽ രണ്ട് ആത്മഹത്യകളും അത് ഈ ഗാർഹിക പീഡനമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അത് എഫ്ഐആറിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആ കേസുകളിൽ ആകെ ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത്തരം സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുകൾ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കർശന നടപടി ഉണ്ടായാൽ മാത്രമേ ഇതിലൊരു അറുതി വരും എന്ന ഒരു വിഭാഗം പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അങ്ങനെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത് അത്ര കാര്യമായി എടുക്കുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. ഇതിലിപ്പോൾ കേരളത്തിലൊരു ആത്മഹത്യ ചെയ്യുന്നവരുടെ കണക്കെടുത്ത് നോക്കിയാൽ ഒരു വർഷം, അതായത് 2021 ശേഷം ഒരു വർഷം 10,000-ഓളം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. അതിൽ കൂടുതലും കുടുംബ പ്രശ്നങ്ങളാണ്. ഈ ദാമ്പത്യ പ്രശ്നത്തെ തുടർന്നുള്ള ആത്മഹത്യകളാണ് ഇതിന് കാരണം ആയി പലപ്പോഴും പറയപ്പെടുന്നതും. അത് വിശദമായി തന്നെ ഒരു പരിശോധിക്കേണ്ട വിഷയമാണ്. എന്താണ് കേരളത്തിലെ കുടുംബങ്ങളിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് ഈ സ്ത്രീധനത്തെ തുടർന്നുള്ള പ്രശ്നങ്ങൾ, ഗാർഹിക പീഡനമാണെങ്കിൽ ഇന്ന് ദാമ്പത്യ തകർച്ചയാണ് ഒരു പ്രധാനപ്പെട്ട വില്ലൻ. അവരുടെ മദ്യം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ലഹരി, സംശയരോഗം, അതേ തുടർന്നുള്ള വാക്ക് തർക്കമൊക്കെ ഈ കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഈ ഒരാഴ്ചക്കിടെ ആത്മഹത്യകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അവിടെയും ഈ ദാമ്പത്യ പ്രശ്നം തന്നെയാണ് കാരണം. പക്ഷെ അതിൻ്റെ അകത്ത് എന്താണ് വ്യക്തമായൊരു കാരണമെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതായത്
ഈ പങ്കാളികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം, സംശയം, അതല്ലെങ്കിൽ ഈ നവദമ്പതികളെ സംബന്ധിച്ച് യുവതികൾ അല്ലെങ്കിൽ നവവധു ഒരു പുതിയൊരു വീട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി അവിടുത്തെ സാഹചര്യവും ചുറ്റുപാടുമായി പൊരുത്തപ്പെടാനുള്ള സമയമെടുക്കും. പക്ഷെ അതിനുശേഷവും ഈ പങ്കാളികൾക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രത്യേകിച്ചൊന്ന് ഈ മൊബൈൽ ഫോൺ പലപ്പോഴും പല കുടുംബങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്, കുടുംബങ്ങളുടെ വില്ലനാകുന്നുണ്ട്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ടോമെ, തീർച്ചയായും ടോം സൂചിപ്പിച്ചത് തന്നെയാണ് അതിൽ വളരെ പ്രധാനം. ഇതിൽ ലഹരി ഒരു പ്രധാന വില്ലനാണ് പല ഇത്തരത്തിലുള്ള ആത്മഹത്യകൾക്ക് പിന്നിലും എന്ന് പറയുമ്പോഴും ഇതിൽ ഏറ്റവും അത്ഭുതം എന്ന് തോന്നുന്നത് നമ്മുടെ ഫാത്തിമത്ത് സുബൈദ എന്ന് പറയുന്ന ആ 24 വയസ്സുകാരുടെ ഈ ഒരു ആത്മഹത്യയാണ്. അതിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, 10 കൊല്ലം പ്രണയിച്ച് ഒടുവിൽ വിവാഹം കഴിക്കുന്നു. ആ വിവാഹം കഴിച്ച് ഒരു കുഞ്ഞുണ്ടാകുന്നു, 2 മാസം പ്രായമുള്ള കുഞ്ഞുണ്ടാകുന്നു. വിവാഹ വാർഷികം 1-ാം വാർഷികം ആകുമ്പോഴേക്കും ഇവർക്ക് ജീവൻ കൊടുക്കേണ്ട സാഹചര്യം വരുന്നു. അത്രത്തോളം 10 വർഷമൊക്കെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് ആ കേസിൽ പരിശോധിച്ചാൽ അത് പോലീസിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീധനം ആവശ്യപ്പെട്ട്, അതായത് കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ട് ഭർത്താവും ഭർത്താവിന്റെ മാതാവും, അതായത് 10 വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ച ഭർത്താവും അതോടൊപ്പം ഭർത്താവിന്റെ മാതാവും, അങ്ങനെ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ തീർച്ചയായും 24-25 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അത് എത്രത്തോളം താങ്ങാൻ കഴിയും? ഒരുപക്ഷെ വലിയ പ്രതീക്ഷകളൊക്കെ പുലർത്തിയായിരിക്കാം ഇവർ വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ടാവുക. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അതിൽ ശാരീരികമായ ഉപദ്രവം ഏൽക്കേണ്ടി വന്നു. അത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്. ഈ അടുത്തുവരെ ശാരീരിക ഉപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ നിരന്തരം ശാരീരികമായും മാനസികമായും സമ്മർദ്ദത്തിനൊടുവിലാണ് ഫാത്തിമത്ത് സുബൈദ ഇങ്ങനെ ജീവനൊടുക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ കേസ് വന്നാൽ ഇപ്പോൾ സൗപർണികയുടെ ആയാലും ഇന്നലെ ജീവനൊടുക്കിയ അശ്വതിയുടെ കാര്യത്തിൽ വന്നാലും എന്താണ് ഇവരുടെ ഈ ഒരു ജീവനൊടുക്കാൻ ഇടയൊക്കെ കാരണം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. പോലീസ് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിൽ ഈ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ് ഉറ്റ രക്തബന്ധം, അത്രയും അടുത്ത ബന്ധത്തിലാണ് ഇവർ വിവാഹം കഴിക്കുന്നത്. 3 ആഴ്ച വിവാഹം കഴിഞ്ഞിട്ടായുള്ളൂ. ഒരുപക്ഷെ ഇങ്ങനെ ഏതെങ്കിലും സമ്മർദ്ദം, അതിന്റെ പേരിൽ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഈ രഹസ്യമൊഴി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ഏതായാലും ഈ കേസ് അന്വേഷണം ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ആകാതെ വളരെ മന്ദഗതിയിൽ, ഒരുപക്ഷെ പോലീസ് ഇത് അത്ര ഗൗരവമായി എടുക്കുന്നില്ലേ എന്ന് ഈ കേസുകളൊക്കെ പരിശോധിച്ചാൽ കാണാം. കാരണം ആദ്യത്തെ ഒരു കേസിൽ ടോമി, ഇതിനു മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ജസീല എന്നൊരു യുവതിയെ വ്യാജ മോഷണക്കുറ്റം ആരോപിച്ച് ഇങ്ങനെ ജീവനൊടുക്കിയ സാഹചര്യത്തിൽ ദിവസങ്ങളോളമാണ് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തത്. പിന്നീടാണ് ആ ഒരു കേസിലെ പ്രതിയായ ഈ ഭർത്താവിന്റെ മാതാവിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായത്. അത് ദിവസങ്ങളോളം എടുത്തു. പോലീസ് വലിയ ഗൗരവത്തിൽ കാണുന്നില്ല. അത് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ആ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഇപ്പോൾ 2 ഇത്തരത്തിൽ ജീവനൊടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഒരാഴ്ചക്കിടെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് സൗപർണികയുടേതും ആദൂർ പോലീസ് സ്റ്റേഷനാണ്. നേരത്തെ ഈ സെറീന എന്ന് പറയുന്ന ഈ 27 വയസ്സുകാരി, അത് വിവാഹ വാർഷികം 4-ാം വിവാഹ വാർഷികത്തിന് 2 ദിവസം ബാക്കി നൽകിയാണ് ജീവനൊടുക്കുന്ന സാഹചര്യം. ഏതായാലും ഇതിൽ ഗൗരവമായ ഒരു പരിശോധന അല്ലെങ്കിൽ ഇതിലൊരു ഇടപെടൽ ഇപ്പോൾ അനിവാര്യമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേരളത്തിലെ കുടുംബങ്ങളിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്ന കാര്യം വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. പല കുടുംബങ്ങളും വലിയ ദാമ്പത്യ തകർച്ചയിലാണ്. അതിൽ ഈ ഫോൺ ഒരു വില്ലനാകുന്നുണ്ട്, മറ്റ് സൗഹൃദങ്ങളൊരു പ്രശ്നമാകുന്നുണ്ട്, സംശയരോഗവും മറ്റ് വഴിവിട്ട ബന്ധങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി തന്നെ കരുതണം. പക്ഷേ ഓർക്കുക, ഇതുപോലുള്ള ആത്മഹത്യകളിൽ അനാഥരാകുന്നത് ആ വീടുകളിലെ കുഞ്ഞുങ്ങളാണെന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.